CPM നേതാവ് VK സനോജ്, ആരോപണങ്ങൾ പലതാണ്. അതിൽ പ്രധാനമായിട്ട് ആദ്യം തന്നെ ഒയാസിസ് എന്ന് പറയുന്ന ദുരൂഹമായിട്ടുള്ള ഒരു കമ്പനി, ആ കമ്പനിക്കെതിരെ ഇത്രയും ആരോപണങ്ങൾ പ്രതിപക്ഷം നിരന്തരം ഉന്നയിക്കുമ്പോൾ ഒയാസിസിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കേസോ പ്രസ്താവനയോ ഒന്നും ഉണ്ടാകുന്നില്ല. ഒയാസിസിന് വേണ്ടി സംസാരിക്കുന്നതും വാർത്താ സമ്മേളനം വിളിക്കുന്നതും ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതെല്ലാം മന്ത്രി, എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷാണ്. അത് MP രാജേഷും ഈ കമ്പനി ഇങ്ങോട്ട് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില കമ്മീഷൻ ഇടപാടുകൾ നടന്നു എന്നതിന് തെളിവാണ്. ഇനി രണ്ടാമത്തത് അത് ചെന്ന് നിൽക്കുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം പറയുന്ന കാര്യം അതാണ്. ബാക്കി താങ്കളും കേട്ടതാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇതുപോലെയുള്ള കോടികൾ ഒഴുകാൻ അല്ലെങ്കിൽ ഇത്തരം ഒരു സെറ്റിൽമെന്റ് നടന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ സമയത്തേക്ക് ഈ കരാറ് സാങ്ഷൻ ആകാനുള്ള കാരണവും. ഒയാസിസ് എന്ന കമ്പനിക്ക് ചില ഷേഡി ക്യാരക്ടറുകൾ ഉണ്ട് എന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസ് ആരോപിക്കുന്നത് മാത്രമല്ല, ഇത് ഡൽഹിയിലും പഞ്ചാബിലുമൊക്കെ ഈ സമരം നടക്കുന്നതുമായി ബന്ധപ്പെട്ടും പലരും പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ കമ്പനി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഉത്തരം പറയേണ്ട ബാധ്യത സർക്കാരിന് ഉണ്ടാകുന്നുണ്ടോ? കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള പ്രതിപക്ഷ നേതാവ്, ഇവരുടെ മറ്റ് ചില വക്താക്കളൊക്കെ ആയിരുന്നില്ല ഇത് വലിയ രൂപത്തിൽ ഉന്നയിച്ചത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അപ്പൊ ഇവരെല്ലാം ഉന്നയിച്ച ആരോപണങ്ങൾ നിങ്ങൾ അതിന്റെ നാൾവഴി നോക്കണം. വെറുതെ എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചിട്ട് ചർച്ചയിൽ വന്ന് പോകരുതല്ലോ. അപ്പൊ ആദ്യം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണം എന്ന് പറഞ്ഞാൽ ഇതിന് ടെൻഡർ വിളിച്ചിട്ടില്ല എന്നായിരുന്നു. അതുതന്നെയാണ് നമ്മുടെ രമേശ് ചെന്നിത്തലയും ഉന്നയിച്ചത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു വ്യവസായം നടത്താൻ വേണ്ടി ടെൻഡറിന്റെ ആവശ്യമുണ്ടോ എന്ന ചോദ്യം ഉയർന്നു വന്നപ്പോൾ മെല്ലെ ആ ആരോപണത്തിൽ നിന്നും തടിയൂരിപ്പോയി. പിന്നീട് അവർ പറഞ്ഞത് ഇത് പഞ്ചായത്തിന്റെ അനുമതി വേണ്ട വിധത്തിൽ വാങ്ങിയിട്ടില്ല എന്നായിരുന്നു. പക്ഷെ ഒരു വർഷം മുന്നേ തന്നെ പഞ്ചായത്തിനെ അറിയിക്കുകയും പഞ്ചായത്തിന് അനുവാദം കിട്ടുകയും ചെയ്തു എന്ന് കണ്ടപ്പോൾ ആ ആരോപണവും തൽക്കാലം അവർ മാറ്റിവെച്ചിരിക്കുകയാണ്. പിന്നെയുള്ള വാദം എന്താണ്? പിന്നെ അവിടെയുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, ജനങ്ങളെ ഇളക്കി വിടാൻ വേണ്ടിയിട്ട് അവർ പ്രയോഗിച്ചത് ഭൂഗർഭജലം ഊറ്റി അവിടെയുള്ള ജനങ്ങളുടെ കുടിവെള്ളം മൊത്തം ഊറ്റി കൊണ്ടുപോകും എന്നാണ്. പക്ഷെ ഒരു തുള്ളി കുടിവെള്ളം, ഭൂഗർഭജലം അവിടെ നിന്ന് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നു. MP രാജേഷ് പത്രക്കാരെ കണ്ട് പറയുന്നു. അതോടെ ആ വാദവും പൊളിയുന്നു. ഇപ്പൊ അവർ അവസാനം എത്തി നിൽക്കുന്നത് എവിടെയാ? ഇപ്പൊ അവസാനം എത്തി നിൽക്കുന്നത് ജനയുഗത്തിൽ ഒരു ലേഖനം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതാകെ കുഴപ്പമാണ്. മുന്നണിയിൽ തന്നെ അഭിപ്രായ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഇപ്പൊ ജനയുഗത്തിലെ ലേഖനത്തെ ചാരി മുന്നണിയിലെ ഒരു പാർട്ടിയെ ചാരിയിട്ട് ഇപ്പൊ ഇവർ ആരോപണം ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. എന്തൊരു ദയനീയ അവസ്ഥയാണ്. കേരളത്തിന് ഇങ്ങനൊരു പ്രതിപക്ഷ നേതാവ് മുന്നേ ഉണ്ടായിട്ടുണ്ടോ? പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാനോ ജനങ്ങൾക്കുള്ളിൽ തെളിവ് അവതരിപ്പിക്കാനോ ഈ പ്രതിപക്ഷ നേതാവിന് കഴിയുന്നില്ല. ഇത് പറയുന്നത് ഇവരുടെ പാർട്ടിയിലെ തന്നെ കുറെ ആളുകൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് പ്രതിപക്ഷ നേതാവിനെ തന്നെ മാറ്റണം എന്ന ആവശ്യം കുറെ ആളുകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ദയനീയം എന്നല്ലാതെ മറ്റെന്താ പറയാ? ഇവിടെ യഥാർത്ഥത്തിൽ എന്താ ഉണ്ടാവുന്നത്? 2003-2024 നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് മദ്യനയം അതിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപർണ, അദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് എന്താ പറയുന്നത്? സംസ്ഥാനത്തെ ഉപഭോഗത്തിന് ആവശ്യമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും ഇവിടെ തന്നെ നിർമ്മിക്കാനുള്ള സംവിധാനം ഒരുക്കും എന്നും എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുമെന്നും ആ മദ്യനയത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊന്നും രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന കാര്യമല്ല. അപ്പൊ അതിന്റെ തുടർന്ന് എന്തുണ്ടാവണം? അതിന്റെ പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് കടക്കണം. അപ്പൊ അങ്ങനെ പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിക്ഷേപം ആകർഷിക്കപ്പെടും. അപ്പൊ നിക്ഷേപവുമായിട്ട് ആളുകൾ വരുമ്പോൾ അവരെ മുഖമടച്ച് കേരളത്തിൽ നിന്ന് പുറത്താക്കുന്ന, അവരോട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്ന സമീപനമാണോ സ്വീകരിക്കേണ്ടത്? എന്താണ് ഒരുപറ്റം മാധ്യമങ്ങളും വലതുപക്ഷവും കുറച്ചാളുകളെല്ലാം ഇവിടെ പ്രചരിപ്പിച്ചത്? കേരളത്തിൽ വ്യവസായം നടത്താൻ കൊള്ളാത്തൊരു സ്ഥലമാണ്. കേരളത്തിൽ വ്യവസായം നടത്താൻ വേണ്ടി പണം മുടക്കാൻ ആരെങ്കിലും വന്നാൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷം കേരളത്തിലെ ആളുകൾ പുറത്തേക്ക് പോകുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ തൊഴിലുണ്ടാവുന്നില്ല. തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെല്ലാം നാട് വിട്ടു പോകുന്നു. ഇതിനൊക്കെ ഉത്തരവാദി ഇടതുപക്ഷമാണെന്നൊക്കെയല്ലേ ഇവിടെ പറഞ്ഞത്. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും നല്ല സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഉള്ള ഒരു സംസ്ഥാനമായി കേരളം മാറുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളം വലിയ റാങ്കുമായിട്ട് മുന്നോട്ട് വരുന്നു. അപ്പൊ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ മാറ്റത്തെ കേരളത്തിലെ കക്ഷിരാഷ്ട്രീയതീതമായി ജനങ്ങളിൽ ഈ മന്ത്രിസഭയെക്കുറിച്ച്, ഈ ഗവൺമെന്റിനെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാവുന്നു, തുടർ ഭരണം ഉണ്ടാവുന്നു. ഇത് കണ്ടിട്ട് അസ്വസ്ഥത കൊണ്ട് അങ്ങേയറ്റം നികൃഷ്ടമായ, അങ്ങേയറ്റം രാഷ്ട്രീയ പ്രേരിതമായ ഒരു തെളിവിന്റെയും പിൻബലമില്ലാതെ
പെരും നുണകൾ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഈ നുണകൾ ഇങ്ങനെ പച്ചക്ക് തള്ളിവിടുമ്പോ ഇവര് പഴയ ചരിത്രത്തിൽ ഓർമ്മിക്കണ്ടേ? അവസാനം എന്താ പറഞ്ഞത്? വെള്ളം അല്ലേ, അവിടെ പാലക്കാട് ഡാമിൽ നിന്ന്, മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം ഊറ്റിക്കൊണ്ടുപോകുന്ന പറഞ്ഞത്. യഥാർത്ഥ ഇതിനാവശ്യമായ വെള്ളം എവിടുന്ന ഉണ്ടാക്കുന്നത്? ഇതിനാവശ്യമായ വെള്ളം കൊടുക്കുന്നത് കിൻഫ്രയാണ്. കിൻഫ്രയ്ക്ക് പ്രതിദിനം 10 ദശലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ആരുടെ ഗവൺമെന്റ് അവസന്റെ? ആരായിരുന്നു ആ തീരുമാനം എടുക്കുമ്പോൾ മുഖ്യമന്ത്രി? ആ തീരുമാനം എടുക്കുമ്പോൾ മുഖ്യമന്ത്രി ആയിരുന്നത് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയാണ്. വസന്ത് കോൺഗ്രസ് വക്താവായി ഇവിടെ ഇരിക്കുന്നു. ഉമ്മൻചാണ്ടി എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ട് പ്രതിദിനം 10 ദശലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കണം എന്ന ധാരണ, അതുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് ഉത്തരവുണ്ട്. എം പി രാജേഷ് കാര്യങ്ങൾ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. കിൻഫ്രയ്ക്ക് എന്തിനാ വെള്ളം കൊടുക്കുന്നത്? കിൻഫ്രയ്ക്ക് വെള്ളം കൊടുക്കുന്നത് ആ വ്യവസായ പാർക്കിൽ വരുന്ന വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കാണ്. അപ്പൊ കിൻഫ്രയ്ക്ക് കൊടുക്കുന്ന 10 ദശലക്ഷം ലിറ്റർ വെള്ളത്തിൽ നിന്ന് 0.5 ദശലക്ഷം ലിറ്റർ വെള്ളം മാത്രമാണ് ബ്രൂവറിക്ക് വേണ്ടത്, ഈ കമ്പനിക്ക് വേണ്ടത്. അപ്പോ കുടിവെള്ളത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? അതുമാത്രമല്ല, ഈ 0.5 എന്നത് പൂർണ്ണമായിട്ടും ഈ 10 ദശലക്ഷം ലിറ്റർ വെള്ളത്തിൽ നിന്ന് എടുക്കേണ്ടി വരില്ല. കാരണം 5 ഏക്കർ സ്ഥലത്ത് അവിടെ മഴവെള്ള സംഭരണി ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം കമ്പനിയുടെ പ്രപ്പോസൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ഇവര് പറഞ്ഞു അവിടെ മഴവെള്ള സംഭരണി, മഴവെള്ളം സംഭരിക്കാൻ കഴിയാത്ത ഒരു പ്രദേശമാണ്, അവിടെ അങ്ങനെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്ന് ഇവർ പ്രചരിപ്പിക്കുകയാണ്. അതിന് തൊട്ടടുത്ത് തന്നെ അഹല്യ ക്യാമ്പസ് ഉണ്ട്. അഹല്യ ക്യാമ്പസിൽ 5-6 ഏക്കറിൽ ഈ വെള്ളം ശേഖരിച്ച് ലിറ്റർ കണക്കിന് വെള്ളം അവിടെ ശേഖരിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്? ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇതുപോലെയുള്ള വ്യവസായങ്ങൾ വന്നാൽ ഇപ്പൊ GST വഴി മാത്രം ഒരു 300 കോടിയെങ്കിലും ഒരു വർഷം നമുക്ക് കിട്ടും. ഏതാണ്ട് 4000 കോടിയുടെ നിക്ഷേപമാണ് ഇവിടെ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. അപ്പൊ 4000 കോടി രൂപയുടെ സ്പിരിറ്റ് എല്ലാ വർഷവും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുന്നു. അപ്പൊ കേരളത്തിന്റെ നികുതി, കേരളത്തിന്റെ വരുമാനം അങ്ങോട്ട് പോകുന്നു. അപ്പൊ കേരളത്തിൽ യഥാർത്ഥത്തിൽ 4000 കോടിയുടെ ഈ വിദേശ മദ്യം, ഈ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുകയും അത് കേരളത്തിലെ ബിയർ നിർമ്മാണത്തിനും കേരളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വിദേശ മദ്യത്തിനും വേണ്ടി ഉപയോഗിക്കപ്പെട്ടാൽ അതിന്റെ വരുമാനം കേരളത്തിലാണ്, അതിന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേരളത്തിലാണ്, അതിന്റെ നേട്ടം കേരളത്തിലാണ്. എന്തിനാണ് ഒറ്റ ചോദ്യം, കാര്യത്തിൽ ഇവർക്ക് കഴിയുന്നുണ്ടോ? അത്രയും സ്വീകാര്യമായിട്ടുള്ള ഒരു തീരുമാനം നടപ്പാക്കാനെടുത്ത സമയമാണ് വിഷയം. നവംബർ 8 തൊട്ട് ജനുവരി 15 വരെ നികുതി വകുപ്പിൽ നിന്നുള്ള ഫയൽ മന്ത്രിസഭായോഗത്തിൽ കൊണ്ടുവരാൻ നവംബർ 8 മുഖ്യമന്ത്രി ഉത്തരവിടുന്നത് തൊട്ട് ജനുവരി 15 മന്ത്രിസഭായോഗത്തിന് പരിഗണനയ്ക്ക് വരുന്നത് വരെ ആരാണ് ഇത് ഇത്ര തിടുക്കത്തിൽ ഇത് നടപ്പാക്കിയത്? ഇത്രയും സ്വീകാര്യമായിട്ടുള്ള ഒരു തീരുമാനം എന്തുകൊണ്ട്? പറയാം. അപർണ, തിടുക്കത്തിൽ എന്ന് നിങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകർ പറയാൻ പാടില്ല. അത് കേരളത്തോട് ചെയ്യുന്ന കെടുതിയാണ്. നിങ്ങളത് അങ്ങനെ പറയാൻ പാടില്ല. കേരളത്തിൽ താരതമ്യപ്പെടുത്തലാണ്. കാരണം വയനാട് പുനരധിവാസം അടക്കമുള്ളവയ്ക്ക് കിട്ടാതിരുന്ന തിടുക്കം, കിട്ടാതിരുന്ന വേഗം എന്തുകൊണ്ട് കിട്ടി എന്നുള്ളതാണ്. വയനാട് പുനരധിവാസത്തിന്റെ കാര്യം ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോ എന്നാ പിന്നെ അത് ചർച്ച ചെയ്യാം. അല്ല, എന്താണ് പറയുന്നത്? വയനാട് പുനരധിവാസം സംസ്ഥാന ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിൽ അസംബന്ധം പറയരുത്. ഇത്തരം അസംബന്ധങ്ങൾ ഏറ്റുപറയരുത്. UDF സർക്കാരിന്റെ കാലത്ത് താരതമ്യപ്പെടുത്തിയിട്ടല്ലേ ഗവൺമെന്റിനെ കുറിച്ച് ഇവിടെ ഏത് കാര്യത്തെ കുറിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തീരുമാനമെന്ന് പറഞ്ഞതുപോലെ 10 ദശലക്ഷം ലിറ്റർ വെള്ളം. ഞാൻ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഞാൻ പറഞ്ഞത് എന്താണ്? എന്തുകൊണ്ടാ പറഞ്ഞത്? 10 ദശലക്ഷം ലിറ്റർ വെള്ളം മലമ്പുഴ ഡാമിൽ നിന്ന് കിൻഫ്രയ്ക്ക് കൊടുക്കാൻ ധാരണയുണ്ടാക്കിയത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ്. ഉമ്മൻചാണ്ടി അധ്യക്ഷത വഹിച്ച യോഗത്തിലാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. കിൻഫ്രയ്ക്ക് വെള്ളം കൊടുക്കുന്നത് വ്യവസായത്തിന് വേണ്ടിയിട്ടാണ്. ആ കിൻഫ്രയ്ക്ക് കൊടുക്കുന്ന 10 ദശലക്ഷം ലിറ്റർ വെള്ളത്തിൽ നിന്ന് 0.5% ലിറ്റർ വെള്ളം മാത്രമാണ് നിങ്ങൾ പറയാൻ ഞാൻ മിണ്ടിയില്ലല്ലോ. വെള്ളം കൊടുക്കുന്നത് അല്ലല്ല, സുഹൃത്തെ മിണ്ടാതിരിക്കൂ. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ല.
അസ്വസ്ഥനാവല്ലേ? നിങ്ങൾ ഇവിടെ കാര്യം പറയുമ്പോൾ അസ്വസ്ഥനാവല്ലേ? വാശി പിടിക്കുന്നതിനാ? നിങ്ങൾ പച്ച കള്ളം വിളിച്ചു പറഞ്ഞപ്പോഴും ഞാനത് ഒരു കേട്ടു. അസ്വസ്ഥതയും നിങ്ങൾ അംഗീകരിച്ചോണ്ടല്ല. നവംബർ 20 തെരഞ്ഞെടുപ്പ്. നിങ്ങൾ മിണ്ടാതിരിക്കും. നവംബർ 8 തൊട്ട് നിങ്ങളുടെ പേപ്പർ അതുവരെ ആ പേപ്പറിന് ശക്തിയില്ല. സനോജ് പറയട്ടെ, എന്റെ അവസരമാണ്. ഒരു മിനിറ്റ്. അപർണ ചോദിച്ച ചോദ്യം, അപർണ ചോദിച്ച കാര്യം തിടുക്കപ്പെട്ട് അനുമതി കൊടുത്തു എന്നുള്ളതാണ്. 30/11/2023 അപേക്ഷ ലഭിക്കുന്നു. അപേക്ഷ ആർക്കാണ് ലഭിക്കുന്നത്? സർക്കാർ നേരിട്ടല്ല, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്കാണ് അപേക്ഷ കിട്ടുന്നത്. 10 ഘട്ട പരിശോധന കഴിഞ്ഞ് 14 മാസം പൂർത്തീകരിച്ചിട്ട് പ്രാരംഭമായ അനുമതിയാണ് അവിടെ കൊടുത്തത്. പ്രാരംഭ അനുമതിയാണ് കൊടുത്തത്. ആ 10 ഘട്ട പരിശോധനയിൽ ഏതെങ്കിലും ഒരു കാര്യം മറികടന്നിട്ടുണ്ടോ അപർണ? നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവ് അതുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കാനുണ്ടോ? അപ്പൊ 10 മാസം കൊണ്ട് അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് 15 മാസം കൊണ്ട് വ്യവസായത്തിന് അനുമതി കൊടുക്കേണ്ടതില്ല എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? ഇവിടെ വ്യവസായങ്ങളുടെ ശവപ്പറമ്പ് എന്ന് പറഞ്ഞിട്ട് വ്യവസായങ്ങൾ ചുവപ്പ് നാടയിൽ കൊടുങ്ങുന്നു, നിക്ഷേപർ സൗഹൃദമല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളല്ലേ നേരത്തെ ഇവിടെ ചർച്ച നയിച്ചത്? നിങ്ങൾ എന്ന് പറഞ്ഞാൽ അപർണയല്ല, കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച നയിച്ചല്ലോ. ഇപ്പോ ആ കാര്യങ്ങളെല്ലാം സുഗമമായി നടക്കുന്നു. തടസ്സമായി നിൽക്കുന്ന പല നിയമങ്ങളും ഭേദഗതി വരുത്തി, ചട്ടങ്ങൾ പുതിയതുണ്ടാക്കി, ഭാഗമായിട്ട് 10 ഘട്ട പരിശോധന കഴിഞ്ഞിട്ട് 14 മാസത്തെ പ്രാരംഭ പരിശോധന കഴിഞ്ഞാണ് ഈ കാര്യങ്ങൾ കൊടുത്തത്. അല്ല, അത് സ്വീകാര്യമാകേണ്ടത് ഘടകകക്ഷികൾക്ക്. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് അത് സ്വീകാര്യമാകേണ്ടത് ഘടകകക്ഷികൾക്ക്. CPIയുടെ നേതാക്കന്മാരെ എല്ലാം MP രാജേഷ് പോയി കണ്ട ശേഷവും ജനയുഗത്തിൽ സത്യൻ ലേഖനം എഴുതുന്നത് എന്തുകൊണ്ടാണ്? ഇത്രയും സ്വീകാര്യമാണെങ്കിൽ ഇത് മനസ്സിലാക്കാൻ ഇടതുപക്ഷത്തെ നേതാക്കൾക്ക് കഴിയുന്നില്ലേ? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ജനയുഗത്തിൽ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ആശങ്കയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പെട്ടെന്ന് 14 മാസം കൊണ്ട് അനുമതി കൊടുത്തതിനെ കുറിച്ച് ജനയുഗത്തിൽ പറഞ്ഞിട്ടില്ല. രണ്ടും നിങ്ങൾ ഒരുപോലെ വായിക്കരുത്. ജനയുഗത്തിൽ പാരിസ്ഥിതികമായ കാര്യങ്ങൾ സംബന്ധിച്ച് ജനയുഗത്തിൽ ലേഖനം എഴുതിയിട്ടുള്ള സത്യൻ മുഖേരി ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട്. ആ ആശങ്കകൾക്ക് നല്ല ഭാഷയിൽ ആളുകൾക്കെല്ലാം തിരിയാവുന്ന വിധത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി MP രാജേഷ് ഇന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടിയുടെ ഭാഗമായിട്ട് ഇനി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ ലേഖനം ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ നാളെ അതുമായി ബന്ധപ്പെട്ട മുന്നണിയിൽ ചർച്ച ഉണ്ടാവട്ടെ, അതവിടെ പരിഹരിക്കാം. പക്ഷെ ഇത്രയും കാലം ഉന്നയിച്ച ഓരോ ആരോപണങ്ങളും പൊളിഞ്ഞുപോയി എന്ന് സമ്മതിക്കാൻ എന്തിനാണ് ഇത്ര മടി? ടെൻഡറുമായി ബന്ധപ്പെട്ട ആരോപണം എവിടെ? പഞ്ചായത്തിന്റെ അനുമതിയില്ല എന്ന ആരോപണം എവിടെ? ഭൂഗർഭജലം ഊറ്റുന്നു എന്ന ഭീതി പലർത്തുന്ന ആരോപണം എവിടെ? എല്ലാ ആരോപണങ്ങളും പൊളിഞ്ഞു പോയില്ലേ അപർണ? എല്ലാം പൊളിഞ്ഞു പോയില്ലേ? ഇപ്പൊ ഇവർക്ക് ആകെ പ്രതീക്ഷ എന്താണ്? ജനയുഗം പത്രത്തിൽ CPIയുടെ നേതാവ് എഴുതിയിട്ടുള്ള ലേഖനത്തെ മാത്രമാണ് ഇവർക്ക് ഇപ്പൊ കോട്ട് ചെയ്യാൻ കഴിയുന്നത്. മറ്റെല്ലാം വിട്ടു. മറ്റൊന്നിലും ഇപ്പോ ഒരഭിപ്രായമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ വേണ്ടത് വ്യവസായ സൗഹൃദ അന്തരീക്ഷമാണ്. ഇത്തരം കമ്പനികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ 5000-4000 കോടി രൂപ കേരളത്തിൽ നിന്നും അങ്ങോട്ട് കൊടുത്തിട്ട് വാങ്ങുന്ന സാധനം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നു. തൊഴിലവസരം ഉണ്ടാവുന്നു. യാതൊരു അഴിമതിയും ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടില്ല. പിന്നെ ചർച്ചയിൽ വന്നിരുന്നിട്ട് അതും ഇതും പറയുന്ന ആളോട് എന്ത് പറയാനാണ്? എന്തെങ്കിലും ഒരു തെളിവ് ഇവിടെ ഹാജരാക്കാൻ പരാജയപ്പെടുമ്പോ അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് ശരിയാണോ? BJPയുടെ